ഹായ് ഹലോ. അപ്പോഴേ ഒരു പാലക്കാടൻ യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് മലമ്പുഴ ഡാമിൻ്റെ കവാടമൊക്കെയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുതിർന്നവർക്ക് 30, കുട്ടികൾക്ക് 10 രൂപ നിരക്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകുവാൻ. വെൽക്കം ടു മലമ്പുഴ ഗാർഡൻ. കണ്ടില്ലേ, നമ്മളൊരു ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ വരുമ്പോൾ വേറെ എവിടെ ഉണ്ട് ആ ഒരു കവാടം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പൂന്തോട്ടമൊക്കെ ഉള്ളത്. നമ്മുടെ ഈ യാത്ര ഒരാഴ്ച മുന്നേ ആയിപ്പോയി. എന്താ അങ്ങനെ പറഞ്ഞതെന്നല്ലേ, അടുത്ത ആഴ്ച ഇവിടെ ഫ്ലവർ ഷോയും ഒക്കെ നടക്കുകയാണ്. ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയോടെയാണ്. ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മൾ എന്തായാലും ഒരാഴ്ച വന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം കിട്ടി. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നിന്ന് കാണാൻ, കൂടുതൽ സമയം നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകളും ഈ ഗാർഡൻ്റെ കാഴ്ചകളും ഒക്കെ കാണാൻ വരുന്നവർ ഉച്ചയ്ക്ക് ശേഷം വരാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വെയിലൊന്നും ഇല്ലാതെ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഡാമിൻ്റെ മേളിൽ കയറി അതിൻ്റെയും കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഡാമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന ആ വഴിയിലുള്ള ഒരു തണൽ മരങ്ങളൊക്കെയാണിത്. നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഡാമിലേക്ക് നമ്മളിങ്ങനെ നടന്നു നീങ്ങിയ സമയത്താണ് ആകാശത്തോടുള്ള യാത്ര കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാമെന്ന് കരുതി അവിടെ പോയി തിരക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരാൾക്ക് വെറും 71 രൂപയുള്ളൂ റോപ്പ് വേ പോകുന്നതിന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 4 പേര് ചേർന്നിട്ടാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങളും ടിക്കറ്റ് എടുത്ത് ഒരു റോപ്പിൽ 2 പേര് വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ദൂരെയായിട്ട് നമുക്ക് യക്ഷിയെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഷട്ടറുകളും ഒക്കെ കണ്ട് ഗാർഡൻ്റെയൊക്കെ കാഴ്ചകളും ഒക്കെ കൊണ്ടുള്ള ഈ ഒരു ആകാശയാത്ര വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈശ്വരാ, ഒറ്റ കമ്പിയിലാണ് ഇതിൻ്റെ യാത്ര കേട്ടോ. നിങ്ങളാരെങ്കിലും ഇത് കയറുവാണെങ്കിൽ മേലോട്ട് നോക്കാതിരുന്നാൽ അപ്പോൾ പേടി വരത്തില്ല. അങ്ങനെ ഞങ്ങൾ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള ഡാമാണ് മലമ്പുഴ ഡാം. ഇത് കണ്ട മലമ്പുഴ നദിയാണ്. കൽപ്പാത്തി പുഴയുടെ ഒരു കൈവഴിയാണിത് കേട്ടോ മലമ്പുഴ നദി. ഇതിൽ നിന്നിട്ടുള്ള ഒരു ഗാർഡൻ്റെ കാഴ്ചയും വളരെ മനോഹരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വൈകുന്നേരമൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് മലമ്പുഴയുടെ സ്വന്തം യക്ഷി. കാനായി കുഞ്ഞിരാമനാണ് ഇതിൻ്റെ ശില്പി. കരിമ്പനങ്ങളുടെ നാടായതുകൊണ്ടാണ് യക്ഷിയുടെ ശില്പം ഇവിടെ തീർത്തതെന്നൊക്കെ ഒരു ചരിത്രമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഈ തൂക്കുപാലം കയറി വീണ്ടും ഗാർഡനിലേക്ക് തന്നെ പോവുകയാണ്. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു സമയത്തെ ഗാർഡൻ്റെ കാഴ്ച? ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് ഈ സമയത്ത് മലമ്പുഴ കാണാനായിട്ട് വന്നിട്ടുണ്ട്? കൂടുതൽ പേരും പകൽ സമയത്തായിരിക്കും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും വരുമ്പോൾ ഇതുപോലെ ഉച്ചയ്ക്ക് ശേഷം മാത്രം ഇതിനകത്ത് കയറി ഈ ഒരു വൈകുന്നേരത്തെ ഒരു ലൈറ്റിങ്ങും ഒക്കെ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. നല്ല കാഴ്ചയാണ്. ഹായ്, രസമുണ്ടല്ലേ? കൃഷ്ണനാണ് കേട്ടോ. കൃഷ്ണൻ്റെ കാളിയമർദ്ദനത്തിൻ്റെ ഒരു ചെറിയൊരു ശില്പമാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെയും ഗാർഡൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 7 മണിയായിട്ട് ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടോ. അപ്പോഴേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.